വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ ഓർപ്പിക്കുന്നത് എഫെസോസിൽ താൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നത്രേ. അവിടെ അന്യഥ ഉപദേശിക്കരുതെന്നും കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ താമസിക്കണമെന്ന് പൌലോസ് ഉപദേശിച്ചു. നാം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ ചിന്തിച്ചു കഴിഞ്ഞു. തുടർന്ന് 5-ാം വാക്യത്തിൽ പൌലോസ് പറയുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധഹൃദയത്തിൽ നിന്നുളവാകുന്ന സ്നേഹം പൌലോസ് സഭകൾക്കെഴുതുമ്പോൾ കാണാത്തതായ അടുത്ത ബന്ധം കാണിക്കുന്ന അവതരണങ്ങൾ ഇവിടെ ഈ യുവപ്രസംഗകന് എഴുതുന്നിടത്ത് കാണുന്നു. അവൻ തിമോത്തിയോസിനോട് പറയുന്നത് സഭയിൽ പഠിപ്പിക്കുന്നത് ശുദ്ധഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കണം എന്നത്രേ. ഒരു ശുദ്ധഹൃദയം എന്നുള്ളത് നമ്മുടെ പഴയ സ്വഭാവത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒന്നത്രേ. അതിന്റെ അർത്ഥം ഒരു വ്യക്തി ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു ഇപ്പോൾ ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തുവാൻ, അതെ, സ്നേഹം ഉൾപ്പെടെ എല്ലാം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നു എന്നത്രേ. സഭയിൽ വെളിപ്പെടുത്തേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വിശ്വാസം, ദൈവത്തിലും അവന്റെ വചനത്തിലുമുള്ള വിശ്വാസം. രണ്ടാമത്തേത് സ്നേഹം, സകല സമയവും വായലച്ചുകൊണ്ടിരിക്കുന്നതെന്തെങ്കിലുമല്ല സ്നേഹം. മറ്റുള്ളവരോടുള്ള സജീവമായുള്ള കരുതലാണ് സ്നേഹം. അതിന്റെ അർത്ഥം താങ്കൾ അവരെക്കുറിച്ച് ഏഷണി പറയുകയില്ല, ഒരു വിധത്തിലും അവർക്ക് ദോഷം വരുത്തുകയില്ല, ദോഷം വരുന്ന വിധത്തിൽ ചിന്തിക്കുക പോലുമില്ല എന്നത്രേ. ഇവിടെ ഇന്ന് ഒട്ടുമുക്കാലും സഭകളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള വളരെയേറെ സംസാരം നടക്കുന്നുണ്ട്. എന്നാൽ അംഗങ്ങൾ തമ്മിലോ നേതാക്കന്മാർ തമ്മിലോ യാതൊരു സ്നേഹവുമില്ല, കരുതലുമില്ല. ഉള്ളിൽ കടിച്ചു കീറുവാനുള്ള മനോഭാവമാണ്. ചിരിച്ചു കാണിക്കുമ്പോൾ തന്നെ കടിച്ചു കീറുവാനുള്ള മനോഭാവം. വേറെ പല സഭകളിലും തമ്മിൽ അറിയാമെങ്കിലല്ലേ സ്നേഹിക്കണ്ടു. ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്ന ആള് ആരാണെന്നറിയില്ല, പിന്നെ എങ്ങനെ സ്നേഹിക്കാനാണ്? പിന്നെ ഞായറാഴ്ച ക്ലബിൽ വന്നൊന്ന് പോയില്ല എങ്കിൽ വേറെ കുഴപ്പങ്ങളുണ്ടല്ലോ. ഹോ, എന്തൊരു കപടഭക്തി! സ്നേഹമെന്നാൽ താങ്കൾ സംസാരിച്ച് നടക്കുന്നതെന്തെങ്കിലുമല്ല, പിന്നെയോ പ്രവർത്തനപഥത്തിൽ വെളിപ്പെടുത്തേണ്ടതത്രേ. ഈ സ്നേഹം നഷ്ടപ്പെട്ടതാണ് സഭയുടെ ഇന്നത്തെ പ്രശ്നം. ആർക്കാണ് ഇന്ന് ആരെയെങ്കിലും വേണ്ടത്? സ്നേഹമില്ലാത്ത അവസ്ഥ. വിശ്വാസം ഒരു സഭയുടെ ജീവിതത്തിൽ ജീവിച്ചു കാണിക്കേണ്ടതാണ്. സ്നേഹവും ജീവിച്ചു കാണിക്കേണ്ടതാണ്. നമുക്കൊരു സംഘടനയും സഭാ ഭരണരീതിയുമൊക്കെ ആവശ്യമാണ്. അത് ഏതായാലും ശരി, സഭയിലെ ഗുണങ്ങൾ അതിലുണ്ടായിരിക്കണമെന്ന് മാത്രം. വിശ്വാസവും സ്നേഹവും കുറവുള്ളതായി കണ്ടാൽ ഒരു ലോഡ്ജിനേക്കാൾ കൂടുതൽ, മതപരമായ ക്ലബിനേക്കാൾ കൂടുതൽ യാതൊന്നും തന്നെയില്ല. എന്നാൽ വിശ്വാസവും സ്നേഹവും വെളിപ്പെടുന്ന പക്ഷം സഭാഭരണരീതി ഒരു പ്രധാന ഘടകമല്ല എന്നോർക്കണം. ഒരു സഭയിൽ വെളിപ്പെട്ട് കാണേണ്ട 3-ാമത്തെ ഘടകം നല്ല മനസാക്ഷി എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് പോലും മനസാക്ഷി നല്ല ഒരു വഴികാട്ടിയാകുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കേണ്ടതാണ്. രാത്രിയിൽ താങ്കളുടെ കിടക്കയിൽ കിടക്കുമ്പോൾ പകൽ ചെയ്തതോ പറഞ്ഞതോ ആയ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് വിഷമിക്കാറുണ്ടോ? പല നല്ല വിശ്വാസികളും അപ്രകാരമാകുന്നു. പാപം സ്പർശിച്ചാൽ ഉടൻ അറിയുന്ന സ്വഭാവമുള്ള അനേകം ദൈവമക്കളുണ്ട്. അങ്ങനെ പാപത്തെ തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. പാപമല്ലാത്തവയെക്കുറിച്ച് കുറ്റബോധം കൊണ്ട് നടക്കാതിരുന്നാൽ മതി. എന്നാൽ നല്ല മനസാക്ഷി ഒരു ദൈവപൈതലിന് ഭൂഷണമാണ്. അതെ, ഈ 3 അനുഗ്രഹീത കൃപകളാണ് സ്നേഹം, നല്ല മനസാക്ഷി, വിശ്വാസം. ഇവയാണ് പ്രാദേശിക സഭയിൽ വിശ്വാസികൾ വെളിപ്പെടുത്തണമെന്ന് പൌലോസ് പറയുന്നത്. ഇനിയും 6ഉം 7ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല താനും. വൃഥാവാദം എന്നാൽ ശൂന്യമായ സംസാരം എന്നാണ്. മനോഹരമായ വാക്കുകൾ, 1-ാം തരം ഭാഷ, എന്നാൽ എങ്ങുമെത്താത്ത സംസാരം. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് വാസ്തവം. പൌലോസ് ശരിക്കും ഓരോരുത്തരെ പൊളിച്ചു കാണിക്കുകയാണ്.
തെറ്റ് പഠിപ്പിക്കുന്നവർ അനേകരുണ്ട് എന്ന് അവൻ വ്യക്തമാക്കുന്നു. അവർ പഠിപ്പിക്കുന്ന തെറ്റ് തന്നെ നല്ല ഉറപ്പോടെയാണ് പഠിപ്പിക്കുന്നത്. അതാണ് രസം. അവർ ദൈവവചനത്തെ നിരസിക്കുന്നു എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ തങ്ങൾ സംസാരിക്കുന്നത് എന്താകുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. ഇനി ഞാൻ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹാന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനുമത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ദുരുപദേശങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് യുവാവായ തിമോത്തിയോസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ എഫെസോസിലെ നിഗൂഢ മതങ്ങളെക്കുറിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തെ ഒരു കെട്ടുകഥയായി മാത്രം പഠിപ്പിച്ചു വന്നിരുന്ന ദുരുപദേശത്തെയും പൗലോസ് ചൂണ്ടിക്കാണിച്ച് മുന്നറിയിപ്പ് നൽകി. ഇനിയും ഇപ്പോൾ പൗലോസ് നിയമവാദികളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇവിടെ നിയമവാദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണം രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നു എന്നും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധീകരണത്തിനും ആവശ്യം ന്യായപ്രമാണമാകുന്നു എന്നും പഠിപ്പിക്കുന്ന കൂട്ടത്തെയാണ്. നിയമവാദികൾ എന്നതുകൊണ്ട് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണം രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നു എന്നും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധീകരണത്തിനും ആവശ്യം ന്യായപ്രമാണമാകുന്നു എന്നും പഠിപ്പിക്കുന്ന കൂട്ടത്തെയാണ്. ന്യായപ്രമാണം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നൽകപ്പെട്ടതാണ്. അത് രക്ഷയ്ക്കുള്ള മുഖാന്തരമായി നൽകിയതല്ല. ന്യായപ്രമാണം നമ്മെ കുറ്റം വിധിക്കുന്നു. അത് മനുഷ്യനെ കാണിക്കുന്നതോ അവൻ ഒരു പാപിയാകുന്നു എന്നും അവനൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്ന് ആകുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ പോലും കുറ്റക്കാരനായി നിൽക്കുന്നു എന്നോർക്കണം. അവൻ തെറ്റുകാരനാണ്. എന്നാൽ സുവിശേഷത്തിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ പോലും അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ നീതീകരിക്കപ്പെട്ടിരിക്കും. എത്ര വലിയ പദവിയാകുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു ദൈവപൈതലിന് ലഭിക്കുന്നത്. സൽക്കർമ്മങ്ങളാൽ ഒരു പാപിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കാരണം അവൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അശക്തനാണ്. റോമർക്ക് എഴുതിയപ്പോൾ പൗലോസ് എഴുതിയത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല എന്നത്രേ. റോമാലേഖനം 8-ാം വാക്യം. സ്വയമായി ശ്രമിച്ചാൽ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്ത തിരുവചനത്തിനെതിരാണ്. അവനെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അവിടുത്തെ നിലവാരത്തിലെത്തുവാൻ മനുഷ്യനാൽ സാധ്യമല്ല. സൽക്കർമ്മങ്ങൾക്ക് രക്ഷ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ രക്ഷയ്ക്ക് സൽക്കർമ്മങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും എന്നോർക്കണം. നാം നല്ല പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെട്ടവരല്ല, പിന്നെയോ സൽക്കർമ്മങ്ങൾക്കായി രക്ഷിക്കപ്പെട്ടവരാണ്. എഫെസ്യ ലേഖനം 2-ാം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇത് വളരെയേറെ വ്യക്തമാക്കുന്നുണ്ട്. എഫെസ്യ 2:8 മുതൽ 10 വരെ ഞാനൊന്ന് വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതെ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ന്യായപ്രമാണം ദൈവഹിതത്തെ വെളിപ്പെടുത്തുന്നു. ആയത് ധാർമ്മികമായി ഒന്നാന്തരമാകുന്നു. നല്ല പെരുമാറ്റങ്ങൾക്ക് അത് നല്ലതാണ്. രക്ഷ നേടുവാനല്ല, അതിനൊരു പാപിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയില്ല. എന്നാൽ അതിന് ഒരു മനുഷ്യനെ തിരുത്തുന്നതിനോ അവൻ പാപിയാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിനോ സാധിക്കും. ആ ഒരു ബോധം അവനിൽ ഉണ്ടാക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയും. അതത്രേ അതിന്റെ ഉദ്ദേശവും. ന്യായപ്രമാണം നൽകിയത് നീതിമാനായിട്ടല്ല. അതെ, ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതിമാനാക്കപ്പെട്ട ഒരുവനല്ല ന്യായപ്രമാണം നൽകിയത്. ആ മനുഷ്യനെ ദൈവമുൻപാകെ വളരെ ഉയർന്ന ഒരു അവസ്ഥയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് നിയമനിഷേധികൾക്കാണ്.
കുല ചെയ്യരുത് എന്നുള്ള കൽപ്പന നൽകിയിരിക്കുന്നത് ആരെയും കൊല്ലുവാൻ ആഗ്രഹിക്കാത്ത ആരെയെങ്കിലും സഹായിപ്പാൻ മാത്രം ചിന്തിക്കുന്ന ഒരു ദൈവപൈതലിനല്ല. ആ കൽപ്പന നൽകിയിരിക്കുന്നത് ഹൃദയത്തിൽ കുലപാതകനായ ഒരു വ്യക്തിക്കാണ്. പ്രാകൃത മനുഷ്യനെ നിയന്ത്രിക്കുവാനാണ് അത് നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണമോ ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ, അതെ, ക്രിസ്തുവിങ്കിലേക്ക് വന്നവർ ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെട്ടവരല്ല, പിന്നെയോ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവരെ ദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയും ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്നതിനേക്കാൾ ഉയർന്ന ഒരു പ്രതലത്തിൽ ജീവിക്കുവാൻ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഞാനൊരു ഉദാഹരണത്തോടെ ഇത് കുറെ കൂടി വ്യക്തമാക്കുവാൻ ശ്രമിക്കട്ടെ. കോടതിയിൽ കൊണ്ടുവന്നതായ ഒരു കുറ്റവാളി ഇതാ ന്യായാധിപന്റെ മുൻപിൽ നിൽക്കുന്നു. അവൻ കുറ്റക്കാരനാണ്. വ്യക്തമാണ് അവൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവൻ ചെയ്ത കുറ്റത്തിന് വലിയൊരു പിഴ അടയ്ക്കണമെന്ന് മാത്രമല്ല, അവൻ ജയിലിൽ പോവുകയും ചെയ്യണം. എന്നാൽ ഈ ന്യായാധിപൻ പറയുന്നു, ഈ കുറ്റവാളിയെ സ്നേഹിക്കുന്ന ഒരു മകൻ എനിക്കുണ്ട്. ഇവൻ നിയമം ലംഘിച്ചു എങ്കിലും ശിക്ഷയ്ക്ക് യോഗ്യനാണെങ്കിലും എന്റെ മകൻ ഇവനെ സ്നേഹിക്കുന്നു. ഇവൻ അടച്ചു തീർക്കേണ്ട പിഴ മുഴുവൻ അടച്ചു തീർക്കുവാൻ എന്റെ മകൻ ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യനു പകരം ജയിലിൽ പോകുവാനും എന്റെ മകൻ തയ്യാറാണ്. അതുകൊണ്ട് ഇവന്റെ ശിക്ഷ മുഴുവനായി എന്റെ മകൻ ഏറ്റെടുത്തു. ഈ കുറ്റവാളിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവനെ എന്റെ സ്വന്തം മകനായി ഞാൻ പരിഗണിക്കുവാൻ പോകുന്നു. ആ ന്യായാധിപൻ കുറ്റവാളിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനിയും മോഷ്ടിക്കരുത്, കുല ചെയ്യരുത് എന്നൊന്നും പറയുവാൻ പോകുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ ന്യായാധിപന്റെ മകനാണ്. കുടുംബത്തിലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അവനോട് പറയും. മേശയിലെ അവന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നവനെ പഠിപ്പിക്കും. അവന്റെ ഭാര്യയെ ബഹുമാനത്തോടെ കാണേണ്ടത് എങ്ങനെയെന്ന് അവനോട് പറയും. കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കേണ്ടത് എങ്ങനെയെന്ന് അവനോട് പറയും. ഈ മനുഷ്യനെ തികച്ചും വ്യത്യസ്തമായ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. അതത്രേ വിശ്വസിക്കുന്ന ഓരോ പാപിയോടും ദൈവം ചെയ്തത്. നാം ന്യായപ്രമാണത്തിന് വളരെ ഉയർന്ന അവസ്ഥയിലാണ്. നിയമലംഘിക്കാണ് നിയമം നൽകിയിരിക്കുന്നത്. പഴയ സ്വഭാവത്തെ, ജഡത്തെ നിയന്ത്രിക്കുന്നതിനാണ് അത് നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ മനുഷ്യൻ ഒരിക്കലും അത് പാലിച്ചില്ല. ആ അളവ് വരെ വളരുവാൻ അവനെക്കൊണ്ട് സാധിച്ചില്ല. അവൻ നിരന്തരമായി അത് ലംഘിച്ചു. കൃപയുടെ കീഴിൽ മനുഷ്യനെ ദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ അവിടെ കുല ചെയ്യുവാനോ കള്ളം പറയുവാനോ പോകുന്നില്ല. അങ്ങനെ ചെയ്തെന്നാൽ അവൻ തീർച്ചയായും ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് വെളിയിലാകും. പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും താൻ എന്തെങ്കിലും വിട്ടുപോയാലോ എന്ന വിധത്തിലാണ് ഇത് ചേർക്കുന്നത്. ഇതിൽ തന്റെ പട്ടികയിൽ വിട്ടുപോകാവുന്ന ഏതൊരു പാപവും, അതെ, എല്ലാ പാപവും ഉൾപ്പെടും. തുടർന്ന് നാം പൗലോസിന്റെ വ്യക്തിപരമായ സാക്ഷ്യമാകുന്നു കാണുന്നത്. 11 വാക്യം. ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ഇവിടെ ഇതാ മറ്റൊരു അതുല്യമായ പ്രസ്താവന. സഭകൾക്കെഴുതുമ്പോൾ പൗലോസ് ഉപയോഗിക്കാത്ത ഈ പ്രസ്താവന ഈ യുവപ്രസംഗകൻ എഴുതുമ്പോൾ മാത്രമാണ് കാണുന്നത്. മഹത്വമുള്ള സുവിശേഷം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് മഹത്വമുള്ള കാര്യം തന്നെയാണ്. 12 വാക്യത്തിൽ നാം കാണുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസ് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം ഊന്നിപ്പറയുകയാണ്. ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കി. ശുശ്രൂഷ എന്ന ചിന്ത ഇന്ന് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വിശ്വാസികളും ശുശ്രൂഷയിലാണ്. ഒരു ദൈവപൈതലെങ്കിൽ നമ്മിൽ ആരും തന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വെളിയിലല്ല. പൗലോസ് ഇവിടെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച അതേ പദമാണ് ഡീക്കൻ അഥവാ ശുശ്രൂഷകൻ എന്നുള്ളതിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ വിശ്വാസിയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷകനാണ്. പൗലോസ് ഭരണാധികാരികളെപ്പോലും ദൈവത്തിന്റെ ശുശ്രൂഷകർ എന്ന് വിളിക്കുന്നു. ഭരണാധികാരികൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി പ്രവർത്തിക്കേണ്ടതാണ്. ദൈവം തന്നെ തന്റെ ശുശ്രൂഷയിൽ ഒരു സുവിശേഷകനായി നിയമിച്ചതിനാൽ പൗലോസ് ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ഓരോ വിശ്വാസിക്കും ദൈവത്തിനായി
എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ തികയ്ക്കുവാനുണ്ട് എന്ന് നാം മറക്കരുത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. മുമ്പേ ഞാൻ ദൂഷകനും, പൗലോസ് ഈ ഭയാനകമായ വാക്ക് ഉപയോഗിച്ച് താനൊരു ദൈവദൂഷകനായിരുന്നു എന്ന് പറയുന്നു. അവൻ കർത്താവായ യേശുവിനെ ദുഷിക്കുകയും അവനെ വെറുക്കുകയും ചെയ്തു. കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് പൗലോസ് അവിടെ നിന്നും കർത്താവിനെ ദുഷിച്ചു കാണും എന്നത്രേ ഞാൻ കരുതുന്നത്. താൻ ദൂഷകനും ഉപദ്രവിയും സഭയെ മുടിപ്പിക്കുവാൻ ശ്രമിച്ചവനുമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു. തന്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ താൻ കൃപയാലാകുന്നു രക്ഷിക്കപ്പെട്ടതെന്ന് പൗലോസ് പറയും. എന്നാൽ അവനെ ശുശ്രൂഷയ്ക്കാക്കിയത് ദൈവത്തിന്റെ കരുണയാണ്. കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത് എന്നുറപ്പുള്ള ഓരോ ദൈവപൈതലിനും ഈ കരുണയായിരിക്കും ഓർമ്മയിൽ വരുന്നത്. എന്റെ കാര്യത്തിൽ വ്യക്തിപരമായി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് കർത്താവ് എന്നെ ഈ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതെന്ന്. യാതൊരു കഴിവുമില്ലാതിരുന്ന എന്നെ വിളിച്ച ദൈവകൃപ, ദൈവത്തിന്റെ കരുണ അപാരം തന്നെ. പൗലോസ് പറയുന്നു, അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട്. ഇതായിരുന്നു പൗലോസിന്റെ അവസ്ഥ. അതെ, ക്രിസ്തുവിങ്കലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ എല്ലാം അവസ്ഥ ഇതുതന്നെയാകുന്നു. അവിശ്വാസത്താൽ അറിയാതെ ചെയ്യുന്നു. അതുകൊണ്ടാണ് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പാപം ക്ഷമിച്ചു കിട്ടുന്നത്. 14-ാം വാക്യം നോക്കിക്കാട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. പൗലോസ് ദൈവകൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ആ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അടുത്തേക്ക് അവനെ കൊണ്ടുവന്നു. വീണ്ടും ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ. ഞാൻ ഇനി 15-ാം വാക്യം വായിക്കട്ടെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് ഉറപ്പാക്കിത്തരുന്ന ഒരു വാക്യമായതിനാൽ ഇത് തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാകുന്നു. ലോകം കണ്ടിട്ടുള്ളതിലേക്കും വലിയ ഗുരുവായിട്ടല്ല കർത്താവായ യേശുക്രിസ്തു വന്നത്. അവൻ അതായിരുന്നു എന്നത് സത്യം തന്നെ. അവൻ ഒരു ധാർമ്മിക മാതൃക കാണിക്കുവാനല്ല വന്നത്. അവൻ നല്ല മാതൃകയായിരുന്നു. അവൻ ഒരു രക്തസാക്ഷിയായി തീരുവാനല്ല വന്നത്. അതെ, ഒരു വിധത്തിൽ അവൻ രക്തസാക്ഷിയായി. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അവൻ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ അനുഭവസാക്ഷ്യം നൽകുമ്പോൾ താങ്കൾ എത്ര നല്ല വ്യക്തിയായിരുന്നു എന്ന് ആളുകളോട് പറയുവാൻ ശ്രമിക്കരുത്. താങ്കളുടെ മിടുക്കും കഴിവുകളും നേട്ടങ്ങളും ഒന്നും പറയുവാൻ ശ്രമിക്കരുത്. ആളുകളോട് പറയേണ്ടത് താങ്കൾ ഒരു പാപിയായിരുന്നു, എന്നാൽ കർത്താവ് താങ്കളെ രക്ഷിച്ചു. അതത്രേ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. പാപിയായിരുന്ന എന്നെ അവൻ രക്ഷിച്ചു. അവിടുന്ന് എന്നെ തന്റെ പൈതലാക്കി. പൗലോസ് തന്റെ അനുഭവം പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന്. താൻ പാപികളിൽ ഒന്നാമൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് ഭംഗിവാക്കൊന്നും ഉപയോഗിക്കുകയായിരുന്നില്ല. അവൻ ആരെയെങ്കിലും ആകർഷിക്കുവാൻ ശ്രമിക്കുകയുമല്ലായിരുന്നു. അവൻ സത്യം പറയുക മാത്രമായിരുന്നു. അവൻ പാപികളിൽ ഒന്നാമനായിരുന്നു. അവർ കർത്താവിനെക്കുറിച്ച് ദൂഷണം പറഞ്ഞു. അവൻ കർത്താവിനെ തള്ളിക്കളഞ്ഞതാണ്. ആ വലിയ കുറ്റബോധം ഒരുപക്ഷെ അവനെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നിരിക്കും. പൗലോസ് പറയുന്നു, എന്നിട്ടും, എത്ര മനോഹരം, എന്നിട്ടും ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു. ഞാൻ ഭയങ്കര പാപിയാണ്. യേശുവിന് എന്നെ രക്ഷിപ്പാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് താങ്കൾ പറയുന്ന പക്ഷം എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. പൗലോസ് പാപികളിൽ ഒന്നാമനായിരുന്നു. ഒന്നാമൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ രക്ഷിക്കപ്പെടും, ദൈവപൈതലായിത്തീരും. തീരുമാനം താങ്കളെ ആശ്രയിച്ചിരിക്കുന്നു. ലോകത്തിൽ ആർക്കും ക്ഷമിക്കുവാൻ സാധിക്കാത്ത വലിയ പാപമാകുന്നു ഞാൻ ചെയ്തത് എന്ന് താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ ഓർക്കൂ, പൗലോസിനോട് ക്ഷമിച്ച ദൈവം താങ്കളോടും ക്ഷമിക്കും.
തീരുമാനം താങ്കളെ ആശ്രയിച്ചിരിക്കുന്നു. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞുവരിക മാത്രമാണ്. ബാക്കിയൊക്കെ അവിടുന്ന് ചെയ്തുകൊള്ളും. പൗലോസ് പറയുന്നു, അവിടുന്ന് വിശ്വസ്തനാകുന്നു എന്ന്. തന്നെ അംഗീകരിച്ച ദൈവം വിശ്വസ്തനാകുന്നു. 16 വാക്യത്തിൽ, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഒരു ശുശ്രൂഷകനാകുവാൻ, സുവിശേഷകനാകുവാൻ പൗലോസിന് കരുണ ആവശ്യമായിരുന്നു. പൗലോസ് പറയുന്നത് താനൊരു പ്രസംഗകൻ മാത്രമല്ല, പിന്നെയോ സുവിശേഷത്തിന്റെ ഒരു മാതൃക കൂടിയാകുന്നു എന്നത്രേ. 17 വാക്യം കൂടി നോക്കിക്കാട്ട്. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. ഈ വലിയ ആശീർവാദ വചനങ്ങളെ പറയുകയല്ലാതെ ഒട്ടും മുൻപോട്ടു പോകുവാൻ പൗലോസിന് കഴിയുകയില്ല. അവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ആരാണ് കർത്താവായ യേശുക്രിസ്തു? ഏകജ്ഞാനിയായ ദൈവം. കർത്താവായ യേശു ദൈവമായിരുന്നു. ഇത് പൗലോസ് പഠിപ്പിച്ചിരുന്നില്ല എന്ന് ഇനിയും പറയരുതേ പ്രിയ സുഹൃത്തെ. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിട്ടാണ് പൗലോസ് അവനെ പറയുന്നത്. അതിനുള്ള അവന്റെ സാക്ഷ്യവും ഇവിടെ പറയുന്നു. നിത്യരാജാവായി അക്ഷയനായ അദൃശ്യനായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പൗലോസിനെ പോലെ ഒരു സാക്ഷ്യം പറയുവാൻ താങ്കളുടെ ജീവിതത്തിൽ സാധിക്കുമോ? താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? അതോ ഇന്നും ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു മാറി നിൽക്കുവാൻ ശ്രമിക്കുകയാണോ? ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിക്കൂ. അതിനായി ദൈവം താങ്കളുടെ ജീവിതത്തെ സഹായിക്കട്ടെ, താങ്കളെ അനുഗ്രഹിക്കട്ടെ.